ഭാരതത്തിനെതിരെ കളിക്കില്ല എന്ന പാകിസ്ഥാൻ. ഭാരതത്തിനെതിരായ മത്സരം ബഹിഷ്കരിക്കും. ഫെബ്രുവരി 15 മത്സരം കളിക്കില്ല എന്നാണ് പാകിസ്ഥാൻ എക്സ് പോസ്റ്റിൽ അറിയിച്ചത്. എന്നാൽ കാരണം വ്യക്തമാക്കിയിട്ടില്ല. കൃഷ്ണരാജ് ചേരുന്നുണ്ട്. കൃഷ്ണരാജ്, എന്തുകൊണ്ട് പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ കളിക്കുന്നില്ല? അശ്വതി, നമുക്കതിനെ കുറിച്ച് ഒരു ഒരു യുദ്ധത്തിന്റെ ഭാഷയിലേക്ക് കൊണ്ടുവന്നാൽ ഓപ്പറേഷൻ ഫിയർ എന്ന് പറയേണ്ടി വരും. കാര്യം നമ്മൾ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ എന്ത് മറുപടിയാണ് അവർക്ക് കൊടുത്തത്, അത് കളിക്കളത്തിൽ നടപ്പിലാക്കാൻ അവർ വലിയ ശ്രമം നടത്തി. ആംഗ്യവിക്ഷേപങ്ങളിലൂടെയൊക്കെ ഭാരതത്തിന്റെ താരങ്ങളെ പരിഹസിക്കാൻ ശ്രമിച്ചു. നമ്മൾ കൈകൊടുക്കാതെയാണ് അതിന് മറുപടി നൽകിയത്. മാത്രമല്ല, അവരെ തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ട് ഏഷ്യൻ കപ്പിൽ കിരീടം ഉയർത്തുന്നു എന്നതുകൂടി എടുത്തു പറയണം. ഇവിടെ അതാണ് ഒരു പ്രധാനപ്പെട്ട പോയിന്റ്. അതിനുശേഷം വിവാദങ്ങൾ ഒരുപാടുണ്ടായി. കപ്പ് സംബന്ധിച്ച വിവാദങ്ങളുണ്ടായി. അത് കാണാനില്ലെന്ന വാർത്തകൾ വന്നു. ഇപ്പോൾ സംഭവിച്ചത്, ഇന്ത്യയിലും ശ്രീലങ്കയിലുമായാണ് മത്സരം നടക്കുന്നത്. പാകിസ്ഥാന്റെ മത്സരങ്ങൾ ശ്രീലങ്കയിലാണ് നടക്കുന്നത്. എന്നാൽ ഇന്ത്യക്കെതിരെ ശ്രീലങ്കയിൽ നടക്കുന്ന മത്സരം ഞങ്ങൾ കളിക്കുന്നില്ല എന്ന് പറയുകയാണ്. ഒരു അർത്ഥത്തിൽ പറഞ്ഞാൽ ഇനിയും തോൽക്കേണ്ടി വന്നാലത്തെ അവസ്ഥ അവർക്ക് പറഞ്ഞറിയിക്കാനാവാത്തതാണ്. അതൊന്ന്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനൊരു ഓപ്പറേഷൻ ഫിയർ എന്ന കൺസെപ്റ്റിൽ കണ്ടാൽ നന്നാകും എന്ന് തോന്നുന്നു. ഏതായാലും പാകിസ്ഥാൻ കളിക്കാതെ വരുന്നതോടെ ഇന്ത്യക്ക് 2 പോയിന്റുകൾ കിട്ടുകയാണ്. ഇന്ത്യയും നബീമിയയും നെതർലൻഡ്സും USA-യും പാകിസ്ഥാനുമാണ് ഒരു ഗ്രൂപ്പിൽ വരുന്നത്. അതിൽ നബീമിയ, നെതർലൻഡ്സ്, USA ടീമുകൾ താരതമ്യേന ദുർബലരാണ്. ഇതിപ്പോൾ ഇന്ത്യക്ക് മുന്നേറ്റത്തിന് വഴിയൊരുക്കുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മത്സരമായി മാറുക ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള മത്സരമായിരുന്നു. പക്ഷേ ആ മത്സരം കളിക്കുന്നില്ല എന്ന് തീരുമാനിക്കുന്നതോടെ ഭാരതം 2 പോയിന്റ് സ്വന്തമാക്കുന്നു. ഒപ്പം ഗ്രൂപ്പ് ചാമ്പ്യന്മാരാകാനുള്ള സാധ്യതയും ഏറുകയാണ്. ഏതായാലും പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡല്ല, പാകിസ്ഥാൻ സർക്കാരാണ് ഈ തീരുമാനം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഞങ്ങൾ ലോകകപ്പിൽ പങ്കെടുക്കും. ശ്രീലങ്കയിലേക്ക് നാളെ ടീം പറക്കാനിരിക്കുകയാണ്. നെതർലൻഡ്സിനെതിരെ ഫെബ്രുവരി 7-നാണ് ലോകകപ്പിലെ ആദ്യ മത്സരം. എന്നാൽ 15-ന് നടക്കുന്ന ഇന്ത്യക്കെതിരായ മത്സരം കളിക്കാൻ ഞങ്ങൾ തയ്യാറല്ല എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഏതായാലും ലോകകപ്പ് തുടങ്ങും മുമ്പേ തന്നെ ഇന്ത്യക്ക് 2 പോയിന്റ് കിട്ടും എന്നതാണ് ഇതിൽ എടുത്തു പറയേണ്ടത്. തീർച്ചയായും കൃഷ്ണരാജ്, ഇതൊരു സ്പോർട്സ് സൺഡേ ആയി നമുക്കങ്ങ് പ്രഖ്യാപിക്കാം. കായിക പ്രേമികൾക്ക് ഇരട്ടി മധുരമാണ്, ഒപ്പം ഒരു മധുര പ്രതികാരം കൂടിയാണ്. എന്തായാലും ലോകകപ്പിൽ ഭാരതത്തിനെതിരെ കളിക്കില്ല എന്നാണ് പാകിസ്ഥാൻ പറഞ്ഞിരിക്കുന്നത്. സർക്കാരാണ് ട്വീറ്റ് ചെയ്തിരിക്കുന്നത്. എന്തുകൊണ്ടാണ്? ഒരു തോൽവി ഭയന്നാണോ, അല്ലെങ്കിൽ നമ്മുടെ ന്യൂസ് എഡിറ്റർ കൃഷ്ണരാജിന്റെ ഭാഷ കടമെടുത്താൽ ഓപ്പറേഷൻ ഫിയർ ആണോ എന്നൊക്കെയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലടക്കം ഉയർന്ന ചർച്ച.